ആടാ അളിയാ, +2 പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. നമ്മുടെ പിന്നെ വീടിനടുത്തുള്ള വില്ലീസങ്ങൾ പറഞ്ഞ് നേഴ്സിങ്ങിന് പോവാൻ, അതും BSc നേഴ്സിങ്. അതാകുമ്പോ പുള്ളി എന്നോട് പറഞ്ഞത് ഈ സ്റ്റെത്തൊക്കെ ഇങ്ങനെ തോളായിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതി, ഡോക്ടർമാരോട് ഒരു പണി എടുക്കണ്ടെന്നാ. ആ വില്ലീസങ്ങളുടെ ഒരു കിഴങ്ങും അറിയത്തില്ല. നീ പണിയെടുത്ത് നിന്റെ നടുപണിയോ, നീ പോവരുത്, ചുമ്മാ നടക്കാൻ പോയിട്ട് നിനക്കൊന്നും നേരെ ഇരിക്കാൻ പറ്റില്ല. സ്റ്റെത്തോ ഇത് വെച്ച് ഒരു ഉപയോഗവും നിനക്കൊണ്ടാവാൻ പോകുന്നില്ല. നീ ഒരു ഡോക്ടർമാരെ നിന്നെ അടുക്കില്ല. 1-2 ഫ്രണ്ട്സ് പറഞ്ഞു എഞ്ചിനീയറിംഗിന് പോവാൻ. എഞ്ചിനീയറിംഗിന് ഇങ്ങനെ പോയാലോ, പക്ഷേ നോക്ക്, അറ്റ്ലീസ്റ്റ് നിനക്ക് ആക്ടിങ് ഇഷ്ടമല്ല, നിവിൻ പോളിയോ അല്ലെ ടൊവിനോ തോമസ് ഒക്കെ ആവാ നിനക്ക്. അത് നോക്ക്. വേണ്ട, നേഴ്സിംഗ് മതി. നമ്മൾ ഈ കാനഡയിലും ഈ അമേരിക്കയിലും ഒക്കെ എനിക്കൊന്ന് 6 എക്സാം എഴുതും. അത് വളരെ ഈസി ആണെന്നാണ് ഞാൻ അറിയത്. 3 തവണ എഴുതിയാലേ നീ പാസ്സാവുള്ളൂ. നീ പോകരുത് പ്ലീസ്. പിന്നെ മാത്രമല്ല, നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാലേ നമുക്ക് അമേരിക്ക, ദുബായ്, കാനഡ എവിടെ വേണമെങ്കിലും പോകല്ലോ. പിന്നെ കാനഡയിലൊക്കെ വെതർ വളരെ സൂപ്പർ ആണെന്നാണ് പറയുന്നത്. ആ സ്നോയിലൊക്കെ ഇങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ച്, സ്നോയൊക്കെ സൂപ്പറാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിലേ അല്ലേ. കാനഡ സ്നോയോ? എടാ സ്നോ ആരി നിന്റെ നടുപൊടിയോടാ, നടുപൊടിയും. കൂടാതെ വൈറ്റമിൻ ഡി നീ കഴിച്ച തൊലയും. പിന്നെ വേറൊരു സംഭവം, നമുക്ക് ഈ അമേരിക്കയിലും കാനഡ 3 ദിവസം ജോലി ചെയ്താൽ മതി, ബാക്കി ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ ഇരിക്കാം. നിന്റെ അടിച്ചു പൊടി അനുസരിച്ച് നീ 6 ദിവസം പണിയിടോടാ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ നമുക്ക് ഇത്രയും പൈസ നേഴ്സിംഗിൽ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഒരു 40-45 വയസ്സാകുമ്പോൾ റിട്ടയർ ആയിട്ട് തിരിച്ച് നാട്ടിൽ വന്നങ്ങ് സെറ്റ് ചെയ്യണം. 45 വയസ്സാകുമ്പോൾ നിനക്ക് തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ആവാതെ ഒരിക്കലും നടക്കൂല. നീ മരിക്കുമ്പോഴാണ് റിട്ടയർമെന്റ്. എന്നാ പിന്നെ വെക്കട്ടെടാ. ഇത്രയും വെച്ചത് പോരെ.